അണ്ണന്റെ ലൈഫിൽ ഒരു കിടിലൻ ദിവസമായിരുന്നു ഇന്ന്. ഹലോ ഗൈസ്, രാവിലെ തന്നെ പറമ്പിലേക്കാണ് ഇറങ്ങിയത്. അന്നേരം മുതൽ തുടങ്ങിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മളിട്ട് ചീരരിയെല്ലാം മുളപൊട്ടിയിരിക്കുന്നു. വെള്ളം നാര് പോലെ ഓരോരോ തണ്ടുകൾ കാണാൻ വരുന്നുണ്ട്. പിന്നെ അവർക്കും വെള്ളം ഒഴിച്ച് ഇഞ്ചിയും മഞ്ഞളും നനച്ച് അണ്ണനും കുളിച്ചു. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് വണ്ടി എടുത്തിട്ട് വടയാറ്റേക്ക് വിട്ടു. അങ്കിളുടെ വീട്ടിലേക്ക് കപ്പ പറിക്കാൻ പോവാണ്. അണ്ണൻ എത്തിയപ്പോൾ വളരെ നേരത്തെ ആയതുകൊണ്ട് ആവശ്യമുള്ള കപ്പയെല്ലാം അവർ പറിച്ചു കഴിഞ്ഞു. എന്നിട്ട് അവിടെ അങ്ങനെ ഇരുന്നപ്പോഴാണ് അനിയന്റെ കമ്പനിക്കാർ വന്നത്. അവർ പറഞ്ഞു, അണ്ണ അവിടെ ഞാവൽപ്പഴം ഉണ്ടാക്കി കിടക്കുന്നുണ്ട്, നമുക്കത് പറിക്കാൻ പോകാന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ചാടി ഇറങ്ങി ഓടി. ഉച്ചവെയിൽ ഉച്ചയ്ക്കടിക്കുന്നു, ഭയങ്കര ചൂടും. എന്തായാലും ആ വെയിലും കൊണ്ട് നടന്നെത്തിയ സ്ഥലം അടിപൊളിയായിരുന്നു. വയല്, വരമ്പ്, അതിന്റെ അപ്പുറത്തൊരു പുഴ. ഇവിടെ നല്ല തണലും തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഇളം കാറ്റും. പുഴയിലൊക്കെ ഒരു വെള്ള പൂക്കൾ നിറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ കാണാനും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് മരച്ചോട്ടിലെത്തി. പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഞാവൽ മരം എല്ലാവരും കൂടി വലിഞ്ഞതിന്റെ മേലെ കയറി. അണ്ണനും കയറി. മരം മുഴുവനും പഴുത്ത് കറുത്ത് കിടക്കുന്ന ഞാവൽപ്പഴങ്ങളാണ്. ചേതിലൊക്കെ പുഴുവുണ്ട്. ഞങ്ങൾ അങ്ങനെ കയറി ഇറങ്ങി പറിച്ച് കഴിച്ച് വയറ് നിറഞ്ഞു. അണ്ണന് പെട്ടെന്ന് കുട്ടിക്കാലത്തേക്കൊക്കെ തിരിച്ചുപോയ പോലെയാണ് തോന്നുന്നത്. മാവേട്ട് പറഞ്ഞ് മരത്തേട്ട് പറഞ്ഞ് തോട്ടിലൊക്കെ ഓടിച്ചാടി നടന്നിരുന്ന ഒരു കാലം. ചാഞ്ഞു നിൽക്കുന്ന കാഴ്ച ഞാവലിന്റെ കൊമ്പത്തെ ചില്ലയിൽ കയറി കുറെ പഴങ്ങൾ പറിച്ച് പോക്കറ്റിലും തൊപ്പിയിലും ഒക്കെ നിറച്ചിട്ട് അവിടെ അങ്ങനെ ഇരുന്നു. എന്നിട്ട് പതിയെ തിരിച്ചിറങ്ങി. വരുന്ന വഴി ഒരു മോട്ടോർ തറയുണ്ട്. അവിടെ രണ്ട് ചേട്ടന്മാരെ മീനും പിടിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ നമ്മുടെ ചെക്കന്മാര് പറഞ്ഞു, ഞങ്ങൾ പോയി വല എടുത്തിട്ട് വരാം, നമുക്ക് വല വീശാന്ന്. അത് കേട്ടപ്പോൾ അണ്ണനും ചാർജായി. ചെക്കന്മാരെന്ന് വല വീശുന്നത് കണ്ടപ്പോൾ അണ്ണനും വീശാൻ തോന്നി. പിന്നെ വല വീശലിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചെന്ന് ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് വലയെടുത്ത് വലത് കൈയിലും ഇട്ട് ഇടത് കൈയിൽ ഒരു പിടി മണിയും എടുത്ത് ദർബാർ രാഗത്തിൽ ഒരു അലക്കം കലക്കി ഉസ്താദ് ഫ്ലാറ്റ്. അങ്ങനെ ഒരു 3-4 തവണ വീശി. പക്ഷേ ഒരു വീശിന് ഒരു മീൻ എന്ന രീതിയിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അവസാനമായപ്പോൾ വലയും കുടുങ്ങി. നമ്മുടെ ചെക്കനിറങ്ങി വലയൊക്കെ എടുത്ത് വന്നപ്പോൾ വീട്ടിൽ നിന്നും വിളി വന്നു. പിന്നെ പതി എല്ലാവരും കൂടി വീട്ടിലേക്ക് പോയി. അപ്പ പറഞ്ഞു, കൊണ്ടുപോകാൻ ആവശ്യമുള്ള കപ്പ പോയി പറിച്ചെടുത്തോളാം. പിന്നെ കോസ്റ്റ്യൂം മാറി ചാക്കും എടുത്ത് പാടത്തേക്ക് ഇറങ്ങി. എന്നിട്ട് കപ്പ അങ്ങ് വലിച്ചു പൊക്കി. കൊള്ളാം, നല്ല നാടൻ വൈബ്. അങ്ങനെ കപ്പയെല്ലാം വെട്ടി ചാക്കിലാക്കി വീട്ടിലെത്തിയപ്പോൾ അപ്പ വീണ്ടും പറഞ്ഞു, മാങ്ങ കിടപ്പുണ്ട്, അതുകൂടി പറിച്ചെടുക്കാൻ. മാങ്ങ പറിക്കേണ്ട റസിനെ മേളിൽ കയറിയപ്പോൾ ആദ്യം കണ്ടത് പേരയ്ക്കാണ്. അത് പറിച്ച് കഴിച്ചിട്ട് മാങ്ങയിലേക്ക് തിരിഞ്ഞു. അങ്ങനെ കുറെ മാങ്ങയും പറിച്ച് കിറ്റിലാക്കി സൈക്കിളും ചവിട്ടി കറങ്ങി നടന്നിട്ട് ചോറ് കഴിച്ചിട്ട് വൈകിട്ടായപ്പം പള്ളിപ്പുറത്തേക്ക് പോകാൻ ഇറങ്ങി. ജങ്കാരി കയറിയപ്പോൾ ഇവിടെ ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയതുകൊണ്ട് എക്സ്പീരിയൻസ് പിന്നെ ഒരു ദിവസം പറയാം. ഓക്കെ, അങ്ങനെ വീഡിയോ ഒന്ന് കയറിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത കാറ്റും നല്ല കിടിലം മഴക്കാറും. അടക്കാമരൊക്കെ തറയിൽ വന്ന് തൊട്ടിട്ട് തിരിച്ചു പോകുന്നു. മാവൊക്കെ കിടന്ന് നാട്ടം നോക്ക്. എന്തായാലും കുറെ മാങ്ങ കിട്ടി. അങ്ങനെ മാങ്ങയെല്ലാം പെറുക്കി കൂട്ടിയിട്ട് നോക്കുമ്പോൾ ഒരു അടക്കാമരം പറഞ്ഞ് ലൈൻ കമ്പിയുടെ പൊക്കത്ത് കിടക്കുന്നു. എന്നിട്ട് കാറ്റും മഴയൊക്കെ കഴിഞ്ഞപ്പോൾ അണ്ണൻ ഇവിടെ പണ്ടുണ്ടാക്കി വെച്ചിട്ട് അമ്പൽ വെച്ച് ബാക്കിനും പൈസനുള്ള വർക്കൗട്ട് ചെയ്തു. എന്നിട്ട് രാത്രിയായപ്പോൾ ഒരു വാക്കിനും പോയി. പിന്നെ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരുന്നതിന് അണ്ണന്റെ വക സ്നേഹം അറിയിക്കുന്നു. അപ്പോ ബൈ.